നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് പുതുശ്ശേരിയിൽ കരോൾ സംഘത്തിന് നേരെയുണ്ടായിട്ടുള്ള ആക്രമണം വലിയ രീതിയിൽ രാഷ്ട്രീയ പോരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. പുതുശ്ശേരി സുരഭി നഗർ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ കരോൾ സംഘത്തിന് നേരെ ഒരു അതിക്രമം പൊട്ടിപ്പുറപ്പെടുന്നു. കരോളിന് ഉപയോഗിച്ച ഡ്രമ്മിൽ CPM എന്ന് എഴുതിയത് ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു അതിക്രമം നടന്നത്. സംഘത്തിന്റെ ബാൻഡ് സെറ്റും സാമഗ്രികളും അടക്കം അവിടെ പ്രശ്നമുണ്ടാക്കിയവർ നശിപ്പിച്ചു. സംഭവത്തിന് പിന്നിൽ RSS BJP പ്രവർത്തകരാണ് എന്ന് ആരോപിച്ചുകൊണ്ട് കരോൾ സംഘം കസബ പോലീസിൽ പരാതി കൂടെ നൽകിയതോടെ ഇതൊരു രാഷ്ട്രീയ കോളിളക്കത്തിന് വഴിതിരിച്ചു. എന്നാൽ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് പോലെ തന്നെ BJP പ്രവർത്തകർ കരുതിക്കൂട്ടി ചെയ്തതാണോ ഈ ഒരു പ്രശ്നം, അല്ലെങ്കിൽ BJPക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള സംശയം കൂടെ ഇവിടെ ഉയരുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം, അതായത് BJPക്ക് യഥാർത്ഥത്തിൽ ഈ കരോൾ വിഷയത്തിൽ, ഈ പ്രശ്നമുണ്ടാക്കിയ വിഷയത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള സംശയം ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നിലവിൽ അക്രമി സംഘത്തിൽ ഒരാൾ കോൺഗ്രസ് നേതാവ് കൂടെ പ്രവർത്തകൻ കൂടെയാണ് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നതാണ്. രണ്ടാമത്തെ സംശയത്തിന് ഉതകുന്ന കാരണം എന്ന് പറയുന്നത്, പുതുശ്ശേരി കുരിക്കാട് ആക്രമിക്കപ്പെട്ട ക്രിസ്മസ് കരോൾ സംഘം പള്ളിക്കാർ അറിഞ്ഞുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു സംഘമല്ല എന്നുള്ളതാണ്. നമുക്കറിയാം ഈ ക്രിസ്മസ് കാലത്തൊക്കെ ഉണ്ടാകുന്ന കരോളിന്റെ കാര്യം എങ്ങനെയാണ് എന്നുള്ളത്. ഈ സമയത്ത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കാറുള്ളത്? ഒരു മതവിശ്വാസത്തിന്റെ ഭാഗമായി എന്നതിനേക്കാൾ ഉപരി ഇതൊരു 10 കാശ് ഉണ്ടാക്കാനുള്ള വഴിയായിട്ട് ഇതിനെ കാണുന്ന ഒരുപാട് ആളുകൾ ഇന്നത്തെ കാലത്തുണ്ട്. വാടകയ്ക്ക് 2 മാസ്കും പപ്പാനി തൊപ്പിയും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഡ്രസ്സെല്ലാം ഇട്ടുകൊണ്ട് 4 വീട്ടിൽ കയറി പാട്ട് പാടി കരോൾ നടത്തി കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്കുള്ള കോള് എന്ന് പറയുന്നത് പോലുള്ള ഒരു വരുമാനം കിട്ടാനുള്ള ഒരു മാർഗമായി ഇത് മാറാറുണ്ട്. ഈ ഒരു സമയത്താണ് ഇതിനകത്ത്, അതായത് ഈ പപ്പാനിയുടെ ഡ്രസ്സിനകത്തൊക്കെ കയറി നിൽക്കുന്ന മനുഷ്യൻ ആരാണെന്ന് പോലും ആർക്കും അറിയാത്തൊരു സമയം വരുന്നത്. ആരാണ് ഇത് പപ്പാനിയായിട്ട് വന്നത് എന്ന് മറ്റൊരാളും അന്വേഷിക്കുക പോലുമില്ല. അതായത് മുഖം മൂടി ധരിച്ച് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഏറ്റവും വലിയ സാഹചര്യം ഒരുക്കുന്ന ഒരു വിഷയം കൂടെയാണ്. ഇതിനെ വേണമെങ്കിൽ ദുരുപയോഗപ്പെടുത്തുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ BJPയെ മനഃപൂർവ്വം കരിവാരി തേക്കാനായി ഇങ്ങനെ ഇറങ്ങിയവരാണോ ഇത്തരമൊരു പ്രശ്നം ഉണ്ടാക്കിയത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഉന്നയിക്കപ്പെടുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ക്രിസ്ത്യൻ വിഭാഗവുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തി വരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു സംഘടനയാണ് BJP. ആ ഒരു BJPയെ സഭയുമായി അകറ്റാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഏതെങ്കിലും സംഘടനയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിന്റെയോ മാസ്റ്റർ പ്ലാൻ ആണോ ഇത് എന്നുള്ള സംശയമാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്നത്. ആക്രമികളെ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥർ ആ വഴിയൊരു അന്വേഷണം കൂടെ നടത്തണം എന്നുള്ള ഒരു അഭിപ്രായം പൊതുജനങ്ങൾക്കിടയിലും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. കാരണം ഇത് കേവലം ഒരു കരോൾ സംഘത്തിനെതിരെയുള്ള അതിക്രമം എന്നതിനേക്കാൾ ഉപരി, വിവാദത്തിനേക്കാൾ ഉപരി ഇതൊരു മതപരമായ വിശ്വാസത്തെ കൂടെ ഹനിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ പ്രശ്നമാണ്. നാളെ ഒരു പക്ഷേ ഒരു വർഗീയ കലാപം അടക്കം പൊട്ടിപ്പുറപ്പെടാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു വിവാദ വിഷയം തന്നെയാണ് ഇത്. 2 ദിവസം മുൻപാണ് ഇത്തരം ഒരു വിവാദത്തിന് ആസ്പദമാകുന്ന സംഭവം അരങ്ങേറുന്നത്. പാലക്കാട് പുതുശ്ശേരി സുരഭി നഗറിൽ വെച്ച് ഒരു കരോൾ സംഘത്തെ അശ്വിൻ എന്നയാൾ ആക്രമിക്കുകയായിരുന്നു. പുതുശ്ശേരി കാളാണ്ടിത്തറ സ്വദേശിയാണ് ഈ പറയുന്ന അശ്വിൻ എന്നാണ് വിവരം. കാപ്പ കേസിൽ പ്രതിയായിട്ടുള്ള ഇയാൾ മദ്യപിച്ചിരുന്നു എന്നും കരോൾ സംഘത്തെ ആക്രമിക്കുമ്പോൾ ഇയാൾക്കൊപ്പം മറ്റ് 2 പേർ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് തുടക്കത്തിൽ തന്നെ പുറത്തുവന്ന റിപ്പോർട്ട്. കരോളിന് ഉപയോഗിച്ച ഡ്രമ്മിൽ CPM എന്ന് എഴുതിയത് ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു അതിക്രമം. തുടർന്ന് സംഘത്തിന്റെ ബാൻഡ് സെറ്റും സാമഗ്രികളും നശിപ്പിക്കുകയായിരുന്നു. DYFI ഈ വിഷയം ഏറ്റെടുത്തതോടെയാണ് ഇത് പിന്നീട് കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിവാദ വിഷയമായിട്ട് മാറുന്നത്. വലിയ പ്രതിഷേധ പരിപാടികളാണ് ഇത്തരം ഒരു അതിക്രമത്തിന് ശേഷം DYFI തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. കരോൾ സംഘത്തെ ആക്രമിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പാലക്കാട്ടെ 2500 യൂണിറ്റുകളിലടക്കം കരോൾ നടത്തുമെന്ന് DYFI അറിയിച്ചു കഴിഞ്ഞു. എല്ലാ ആഘോഷങ്ങളും മതങ്ങൾക്കപ്പുറത്ത് ഒന്നായിട്ട് ആഘോഷിക്കുമെന്നും ആരെങ്കിലും അത് തടുത്താൽ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുമെന്നുമാണ് DYFIയുടെ മുന്നറിയിപ്പ്. RSS പ്രവർത്തകൻ ആക്രമിച്ച വിദ്യാർത്ഥികളടക്കമുള്ള കരോൾ സംഘത്തെ അധിക്ഷേപിച്ച BJP നേതാവ് C കൃഷ്ണകുമാറിനെയും DYFI ഈ സമയത്ത് വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. കൃഷ്ണകുമാർ പാലക്കാട്ടെ പ്രവീൺ തൊഗാഡിയാണെന്ന് DYFI പാലക്കാട് ജില്ലാ അധ്യക്ഷൻ ജയദേവൻ പെരുമാട്ടി കളിയാക്കി. ഒരു വശത്ത് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ക്യാമ്പയിനുമായി കേക്കുമായി അരമനകൾ കയറി ഇറങ്ങുന്ന കൃഷ്ണകുമാറിന്റെ യഥാർത്ഥ മുഖം കരോൾ സംഘത്തെ അധിക്ഷേപിച്ചതിലൂടെ വ്യക്തമായെന്നാണ് ജയദേവന്റെ പ്രതികരണം. കേരളത്തിൽ എവിടെയെങ്കിലും ക്രിസ്മസ് കരോൾ RSS തടസ്സപ്പെടുത്തിയാൽ DYFI പ്രതിരോധിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി VK
സനോജും ഈ അവസരത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഓണം ആഘോഷിക്കാൻ പാടില്ല എന്ന കാഴ്ചപ്പാടാണ് RSSന്റേതെന്നും വാമന ജയന്തി ആഘോഷിക്കണം എന്നുള്ള ചിന്താഗതിക്കാരാണ് അവരെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോഴിതാ കരോളിൽ പങ്കെടുത്ത കുട്ടികളെ RSS ആക്രമിച്ചിരിക്കുകയാണ് എന്നും RSS വെറുപ്പ് പ്രചരിപ്പിക്കുകയാണ് എന്നും ഇവർ ആവശ്യപ്പെടുന്നു. അതേപോലെ തന്നെ കരോളിൽ പങ്കെടുത്ത കുട്ടികളെ RSS ആക്രമിച്ചിരിക്കുകയാണ് എന്നും RSS വെറുപ്പാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് DYFI പ്രവർത്തകരുടെ ഏറ്റവും വലിയ ആക്ഷേപം. RSSന്റെ ആസൂത്രിത നീക്കമായിട്ട് ഇതിനെ കാണാൻ പറ്റുകയുള്ളൂ എന്നും ഒരു കാരണവശാലും ഇത് അനുവദിച്ചു കൊടുക്കരുതെന്നും VK സനോജ് വ്യക്തമാക്കി. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലാണ് സ്കൂൾ വിദ്യാർത്ഥികളായ 14 പേരടങ്ങുന്ന ക്രിസ്മസ് കരോൾ സംഘത്തെ ഇത്തരത്തിൽ പുതുശ്ശേരി കാളാണ്ടിത്തറ സ്വദേശിയായിട്ടുള്ള RSS പ്രവർത്തകൻ എന്ന് പറയുന്ന അശ്വിൻ രാജ് ആക്രമിക്കപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 3 അംഗ സംഘമാണ് ഇവരെ തടഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചതെന്നും ഈ പ്രദേശത്ത് കരോൾ സംഘം വരരുതെന്ന് ആവശ്യപ്പെട്ട് കുട്ടികളെ ഭീഷണിപ്പെടുത്തി എന്നുമാണ് പോലീസ് ഇതിൽ വ്യക്തമാക്കുന്നത്. കരോൾ സംഘത്തിന്റെ ബാൻഡ് സെറ്റും മറ്റ് വാദ്യോപകരണമെല്ലാം തന്നെ RSSകാരനായിട്ടുള്ള ഇവർ തല്ലി തകർത്തു എന്നാണ് റിപ്പോർട്ട്. കുട്ടികളെ മർദ്ദിക്കാൻ ശ്രമിച്ച അശ്വിൻ രാജിനെ അറസ്റ്റ് ചെയ്ത് പിന്നീട് നടപടിയെടുക്കുകയായിരുന്നു. കുട്ടികൾ ഉടൻ തന്നെ പുതുശ്ശേരിയിലെ CPM പ്രവർത്തകരെ വിവരമറിയിച്ച് അവരോടൊപ്പം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയെന്നാണ് വിവരം. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടുന്നത്. അശ്വിൻ രാജിനെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടെന്നാണ് വിവരം. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ സംഭവം എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് എന്നാണ് ഈ വിഷയത്തിൽ ക്രൈസ്തവ വിഭാഗം പ്രതികരിക്കുന്നത്. ഇന്നിപ്പോൾ കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമസ് ബാവ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് പ്രകാരം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു വിഷയം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. പൊതുവായിട്ടുള്ള ആഘോഷങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ തടസ്സപ്പെടുത്തുക എന്നത് ശരിയായിട്ടുള്ള രീതിയല്ല. പൊതുബന്ധത്തിന് അത് തടസ്സം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. മനസ്സുകൾക്ക് വെറുപ്പ് സൃഷ്ടിക്കുകയല്ലാതെ അതുവഴി ഒരു നേട്ടവുമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. സമൂഹത്തിന് ഒരു ഗുണവുമല്ലാത്ത നീക്കമാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്നത്. ന്യായീകരണത്തിന്റെ നാട്ടിൽ ഒരു ക്ഷാമവും ഇല്ലാത്ത സമയമാണല്ലോ എന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും ഇതിന്റെ കാരണം എന്താണ് എന്നത് ഓരോ സ്ഥലത്തെ സാഹചര്യവും വെച്ച് വിലയിരുത്തപ്പെടേണ്ടതാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. എന്തായാലും ഈ സമീപനം നമുക്ക് ചേർന്നതല്ല എന്നും പിതാവ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് ഏത് ദേവാലയത്തിൽ സംഭവിച്ചാലും പൊതുസ്ഥലത്ത് സംഭവിച്ചാലും ഈ സമീപനം നല്ലതല്ല എന്ന് അദ്ദേഹം ഊന്നി പറയുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ അത്തരം പ്രദേശങ്ങളിൽ ഒരു നന്മയും ഉണ്ടാകില്ല എന്നും ബന്ധം കുറയുകയും സ്പർദ്ധ വർദ്ധിപ്പിക്കുകയുമാണ് ഇതുവഴി നടത്തപ്പെടുന്നത് എന്നും ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് നിരുത്സാഹപ്പെടുത്തണമെന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. CBCI ഇന്നലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഡൽഹിയിൽ നടത്തിയിട്ടുണ്ട്. ഒരു വശത്ത് പ്രധാനമന്ത്രി ദേവാലയത്തിൽ പോയി ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ പങ്കെടുക്കുമ്പോൾ മറുവശത്ത് നേർവിപരീതമായിട്ടുള്ള സംഭവങ്ങൾ സംഭവിക്കുന്നത് അത് ഗുരുതരമായിട്ടുള്ള വിഷയം തന്നെയാണ് എന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിൽ പിതാവ് ഒരു മറുപടി നൽകിയത്. എന്തായാലും തങ്ങളുടെ പദ്ധതിയിൽ പെട്ട കാര്യമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളെന്നും ഇതൊന്നും ഉത്തരവാദിത്തപ്പെട്ടവർ ഒഴിവാക്കേണ്ടുന്ന സമയമാണ്, അവർ മനസ്സിലാക്കേണ്ടുന്ന സമയമാണ് എന്നും ബന്ധപ്പെട്ടവർ ഇതിൽ നിലപാട് സ്വീകരിച്ച് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. സഭയുടെ ആശങ്ക ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.